മൈത്രി വിഷനിലേക്ക് സ്വാഗതം. കരീം മൈത്രിയാണ്. കായിക രംഗത്ത് വിജയിച്ച ടീമുകൾക്ക് പാർട്ടി നൽകുന്ന കാര്യങ്ങൾ നമ്മൾ പലവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് പരാജയപ്പെട്ട ടീമുകൾക്ക് പാർട്ടി നൽകി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് VP ഗേസ് അഥവാ വളപ്പിൽ ഗേസ് മാണിക്കോത്ത്. ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ടീം സാദാത്ത് സംഘടിപ്പിച്ച മാണിക്കോത്ത് പ്രീമിയർ ലീഗിൻ്റെ 10ാം സീസൺ അതിനുവേണ്ടി കളിച്ച വളപ്പിൽ ഗേസിൻ്റെ ടീം അംഗങ്ങളും ഭാരവാഹികളും ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ച ഈ പരിപാടി നമ്മുടെ കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാനും ടീം അംഗങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുവാനും. ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ കൂടിച്ചേർന്നത് ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ പ്രീമിയർ ലീഗിൽ ടീം സാദാത്ത് നടത്തിയ പ്രീമിയർ ലീഗിൻ്റെ വളപ്പിൽ ഗേസിൻ്റെ ടീം അംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മൾ 3 കളിയും തോൽക്കാണ്ട് ജയിച്ചിട്ട് സെമി ഫൈനലിലേക്ക് എത്തിയിട്ട് നമ്മൾ സെമിയിൽ കളിച്ചിട്ട് പൊരുതിയിട്ടാണ് നമ്മൾ തോറ്റത്. നിർഭാഗ്യവശാൽ നമുക്ക് ലക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ ക്യാപ്റ്റൻ മർസൂക്ക് കൈമടിച്ചു കൊടുത്തിട്ട് അല്ല, മർസൂക്ക് മാഷാല്ല നല്ല കളി കളിച്ചു. നമ്മളെ പുള്ളെല്ലാം നല്ല കളി കളിച്ചിട്ടാണ് നമ്മൾ സെമി വരെ എത്തിയത്. നിർഭാഗ്യവശാൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു ലെക്കാണ്. ആ ലെക്കിൽ നമ്മൾ തോറ്റുപോയി. സന, മുന്ന, അംജദ്, മൊയ്തു, നമ്മളെല്ലാം ഇമ്രാൻ, നമ്മളെ VP ഗേസിൻ്റെ മൊത്തം ടീംസ് പിള്ളേർക്ക് കട്ട സപ്പോർട്ടോടുകൂടി രാവിലെ വരെ ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് സെമിയിൽ നമ്മൾ പൊരുതി തോറ്റതിൻ്റെ ഒരു പാർട്ടിയാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ VP ഗേസിൻ്റെ ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഫുഡ് അടിക്കുക. ഹലോ ഗൈസ്, ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ വിശദമായിട്ട് ഇവിടെ മനാഫും അതുപോലെ തന്നെ ജംഷും ഒക്കെ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെ കളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ വിശകലനവും ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ പ്ലേയേഴ്സ് കളിച്ച രീതികളെ പറ്റിയൊക്കെ ജംഷു വളരെ ആ സമയത്ത് തന്നെ വിവരിച്ചതാണ്. എന്നിരുന്നാലും അന്നത്തെ കളിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, പരമാവധി നിങ്ങൾക്ക് ഇന്നത്തെ ഒരു പാർട്ടിയാക്കിയിട്ട് ഒരു ഭക്ഷണം തരുന്നതിൽ വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. കാരണം അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അവസാനം തോൽവിയിലേക്ക് പോയത്. 3 കളി നിങ്ങൾ പൊരുതിയിട്ട്, കാരണം നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ട് ഒരു കളിയും ജയിക്കാതെ പൊരുതാതെ കീഴടങ്ങിയിട്ട് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് നിങ്ങളോട് ഇത്ര വലിയ താല്പര്യം ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോലെ തന്നെ അത്ര റിസ്ക് എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് വളരെ സപ്പോർട്ടോട് കൂടി, കാരണം പ്ലേയേഴ്സ് മാത്രമല്ല പുറത്തിരിക്കുന്ന സബിരിക്കുന്ന ആൾക്കാർ പോലും നിരന്തരമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ടീം വർക്കിലൂടെയാണ് നമ്മുടെ ടീം പോയത്. നിർഭാഗ്യവശാലും മാത്രമാണ് നമുക്ക് കപ്പ് നഷ്ടപ്പെട്ടത്. നിർഭാഗ്യവശാലും മാത്രം. അന്ന് നമുക്കറിയാം, അന്ന് അവരുടെ ദിവസമായിരുന്നു. ആ കപ്പെടുത്ത ഇത്തിഹാദിൻ്റെ ദിവസമായതുകൊണ്ട് അവർക്ക് കിട്ടിയെന്നുള്ളൂ. ശരിക്കും യഥാർത്ഥത്തിൽ എല്ലാം കൊണ്ടും നമ്മുടെ ടീമിന് എല്ലാ യോഗ്യതയും എല്ലാവരും കൽപ്പിച്ചതാണ്. ആദ്യ റൗണ്ട് മുതൽ തന്നെ എല്ലാവരും കൽപ്പിച്ചതാണ്. നിർഭാഗ്യവശാലും നമുക്ക് കിട്ടിയിട്ടില്ല. അന്നും കുഴപ്പമില്ല. ഏതായാലും കളിച്ച എല്ലാ പ്ലേയേഴ്സിനും വളപ്പിൽ ഗാങ്ങിൻ്റെ പേരിലും എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. നല്ല ഫുഡ്, എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോരോ ഐറ്റംസായിട്ട് ടേബിളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ഗംഭീര ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ നമ്മുടെ കായിക രംഗത്ത് മികവ് തെളിയിച്ച നമ്മുടെ യുവാക്കളൊക്കെ അത് ഗംഭീരമായിട്ട് ആസ്വദിച്ചു. നല്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ പാർട്ടി ഇവർ ആസ്വദിച്ചത്. VP ഗേസ് മാണിക്കോത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒരു കൂട്ടായ്മയാണ്. അടുത്ത കൊല്ലം ഈ ഐസ്ക്രീമാണ് സത്യം. അടുത്ത കൊല്ലം